പെങ്ങളാ. ഇന്നും ഉടക്കിയിട്ടുണ്ടാവും രണ്ടും കൂടി. എന്താടി? എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യേട്ടാ. ഞാൻ എവിടേക്കെങ്കിലും പോവുക. ഓ, എന്താ ഇപ്പൊ ഇന്നത്തെ പ്രശ്നം? കുറച്ചായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താ? അതന്നെയാ അപ്പത്തെയും പ്രശ്നം. മറ്റന്നാ മോളെ കാണാൻ ആരോ വരുന്നുണ്ടത്രേ. ഇയാൾക്കിത് എന്തിന്റെ കേടാ? മോളെ ഇഷ്ടം കൂടെ നടത്തിക്കൊടുത്തൂടെ? നമ്മളെ കുടുംബത്തിലും അയാളെ കുടുംബത്തിലും ആർക്കൊരു പ്രശ്നമില്ലല്ലോ. പിന്നെ അയാളിപ്പോ എന്തിനാ മസിൽ പിടിക്കുന്നത്? എനിക്കറിയാനായിട്ട് ചോദിക്കുക. ഹേ, പിടിവാശി അല്ലണ്ട, ഞാനെന്താ പറയാ? അച്ഛനും മോളും കാരണം ഞാൻ നാളെയും പട്ടിണിയാവുന്ന അപ്പൊ തോന്നുന്നേ. ഇന്ദുമോളെ വഹായിന്ന് രണ്ടെണ്ണം കേൾക്കുമ്പോ എല്ലാ പിടിവാശിയും മാറിക്കൊള്ളും. അയാളെ പിടിവാശി കാരണം നീ വെറുതെ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കണ്ട. ഞാൻ വിളിക്കാടി. ശരി. ചെറുപ്പം മുതലേ ഭക്ഷണത്തിനോട് ഒരു കോംപ്രമൈസും കാണിക്കാത്ത പെണ്ണ. പാവം. മോളെ ആ സുധീഷേ, നമ്മളെ വെള്ളിമാടുന്ന സൈറ്റ് എന്തായി? ആ, അവിടെ മെറ്റലടിച്ചോ? ആ ആ, എത്രയായി? 16,000. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഗ്ലാസ് എടുക്ക്. നിങ്ങള് തുടങ്ങിയോ? എനിക്ക് പോവാറായില്ലേ? മധുരമില്ലാത്ത ചായ ഏതാ? ഇന്ദുമോളെ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. വിദേശത്താണ് ജോലി. നല്ല കൂട്ടരാണെന്നാണ് കിട്ടിയ വിവരം. അവർക്കിഷ്ടപ്പെട്ട ഞാനതങ്ങോട്ട് ഉറപ്പിക്കും. എന്താ നിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇഷ്ടമൊക്കെ ഞാൻ അച്ഛനോട് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞതാ. ഇനിയും എന്നോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത്. എന്നാലേ എൻ്റെ മോളെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല കേട്ടാ. മനസ്സിലായോ? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത്. ഈ വീട്ടിൽ എന്നെ അനുസരിക്കുന്നവരോട് ജീവിച്ചാ മതി. മാറിക്കങ്ങോട്ട്. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അനക്ക് മുട്ടകം തിന്നാ മതിയല്ലോ. ഞാനിപ്പോ എന്താക്കാനാ? അമ്മയും മോളും ഒറ്റ സൈസാ. അച്ഛൻ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഭക്ഷണം വിട്ടൊരു കളിയില്ലല്ലേ? എണീറ്റ് പോടിയാടുന്നു. അമ്മേനെ പട്ടിണിക്കിടാനായിട്ട് അച്ഛനും മക്കളും. ഞാനൊരു തമാശ പറഞ്ഞേന് അമ്മ എന്തിനാ വെറുതെ ചൂടാവുന്നേ? എന്നോട് എണീറ്റ് പോവാനാണേ ഞാൻ പറയുന്നേ. ഓ അമ്മേ, ഞാൻ പോവുകയാണേ. പോയി വരാം. ഹലോ, എന്നെ അനുസരിക്കാത്തവരെ എൻ്റെ വണ്ടി എടുക്കണ്ട. എങ്ങനെ, നടന്നിട്ടോ ബസ്സിനോ എങ്ങനെ വേണിച്ചാൽ പോയിക്കോ. ഹലോ, നീ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? ആ, പെട്ടെന്ന് വരണം.
ആ ഓക്കെ. ദാ അമ്മ ചാവി. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നവളല്ലേ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയട്ടേന്ന്. ആ പിന്നെ അവക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ചെക്കൻ അവളെ ഓഫീസിൽ കൊണ്ട് വിട്ടോളൂ. ഡേ, നിങ്ങൾ അമ്മയും മോളും കൂടി ഇന്നെ പൊട്ടനാക്കല്ലേ? നിങ്ങളെ ആര് പൊട്ടനാക്കുന്നത്? നിങ്ങൾ സ്വയം പൊട്ടനാവാതിരുന്നാ മതി. എന്തൊരു ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛനും മോളും. എന്നിട്ട് ഇപ്പൊ എന്തായി? നടക്കൂലടി, നടക്കൂല, മനസ്സിലായോ? ചാവി കൊണ്ടുണ്ട്. നിങ്ങൾ അമ്മയും മോളെ ഞാൻ ശരിയായി തരടി. അല്ല, എൻ്റെ പഴഞ്ചൻ തന്ന ഇന്നെന്ത് പ്രശ്നം ഉണ്ടാക്കി? അതെ, എൻ്റെ അമ്മ പോലും അച്ഛനെ വഴക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രമേ അച്ഛനറിയാതെ ഞാൻ തീരുമാനം എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ദേഷ്യം അച്ഛന്. ആ മതി, കയറി. ഞാനൊരു തമാശ പറഞ്ഞാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഇഷ്ടം അച്ഛൻ അംഗീകരിക്കും, അതെനിക്ക് ഉറപ്പാ. കയറ്. അല്ല, ആള് നല്ല ദേഷ്യത്തിലാണല്ലോ. അതൊന്നും നീ കാര്യാക്കണ്ട, വണ്ടി എടുക്ക്. അത് വേണ്ട, ശരിയാവൂല. നീ ഇറങ്ങിക്കോ. നിനക്കെന്താ പേടിയാണോ? പേടിയോ? എനിക്കോ? ഇന്നിപ്പോ ഒരു സങ്കടത്തിന് താല്പര്യമില്ല. നീ ഇറങ്ങ്. ഇന്ന് ലീവാക്കി കളാതാ നല്ലേ. എൻ്റെ ഹെൽമെറ്റ് ഒന്നും. എന്തേ മോളെ? ഇന്നത്തോടെ എൻ്റെ എല്ലാ പണിയും നിർത്തി കേട്ടോ. അങ്ങനെ മക്കൾ അധ്വാനിച്ച് കൊണ്ടുവന്ന് തിന്നേണ്ട ഗതികളൊന്നും ഈ വീട്ടിലില്ല. മനസ്സിലായിക്കൊണ്ടു. നിനക്ക് വാശിയാണെങ്കിലേ എനിക്കും വാശിയാടി. അച്ഛൻ എനിക്ക് വാശിയൊന്നുമില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം അച്ഛൻ എന്താ ഇത്ര പിടിവാശി? അതെനിക്ക് അറിയണം. അതെന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതെനിക്ക് അറിയണം, അറിഞ്ഞേ പറ്റുള്ളൂ. അവനെന്തോ ഒരു കുഴപ്പമുള്ളത്? നല്ലൊരു ജോലിയില്ലേ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നമ്മൾ പോലെ നല്ലൊരു കുടുംബത്തിലല്ലേ. പിന്നെ എന്തു കുറവാ അച്ഛ അവന് കണ്ടത്? അതൊന്ന് പറഞ്ഞു തരുമോ? എന്ത് കുറവാള് ചോദിച്ചു കേട്ടില്ലേ? എന്ത് കുറവാള്? ഓന്റെ കോലം കണ്ടിട്ടി ഒരു മനുഷ്യക്കോല അവനുള്ളു. ഓന്റെ രൂപം തടി. മക്കളായാലേ കുറച്ച് സൗന്ദര്യബോധമൊക്കെ വേണം. പറഞ്ഞു കൊടുക്കണ്ട മോളോട്. സൗന്ദര്യബോധം? അമ്മ ഈ അച്ഛൻ പറയുന്ന ഓരോ കാരണങ്ങളുണ്ടല്ലേ, ഈ പറയുന്ന സാധനം അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്തൊക്കെയാ മോളെ പറയുന്നേ? സൗന്ദര്യബോധത്തെ പറ്റി പറയുന്നാക്ക് കുറച്ച് സ്വയംബോധം ഉണ്ടായിരുന്നെങ്കിൽ. നിർത്തടി. അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? ആ നിർത്തടി, എന്നിട്ട് കേറി പോ അകത്തേക്ക്. അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് അവനെ ഇഷ്ടാണ്. അവനല്ലാതെ മറ്റൊരാളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. പറ്റൂല എന്ന് പറഞ്ഞാ പറ്റൂല.
ഏട്ടാ ഏട്ടന് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ പറയാൻ? ഞാൻ ഓളെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞത്. പക്ഷെ ഓൾ ഇത്രയൊക്കെ പറയുന്നത് ഞാനും വിചാരിച്ചില്ല. ഏട്ടന് ഞാനൊരു ചായ എടുക്കട്ടെ? സൗന്ദര്യബോധം. അമ്മ ഈ അച്ഛൻ പറയുന്ന ഓരോ കാരണങ്ങളുണ്ടല്ലേ, ഈ പറയുന്ന സാധനം അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. സൗന്ദര്യബോധത്തെ പറ്റി പറയുന്നാക്ക് കുറച്ച് സ്വയംബോധം ഉണ്ടായിരുന്നെങ്കിൽ. ഏട്ടാ ചായ. അവളെന്തെങ്കിലും തമാശ പറയുന്നുണ്ടെന്ന് കരുതി ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? സൗന്ദര്യം നോക്കിയിട്ടാണോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ജീവിക്കുന്നത്? ഏട്ടനറിയോ, ഈ ലോകത്തെ ഏതൊരു പെണ്ണിനോടും മുഖസൗന്ദര്യമുള്ള പുരുഷനെ വേണോ മനസ്സൗന്ദര്യമുള്ള പുരുഷനെ വേണോ എന്ന് ചോദിച്ചാൽ മുഖസൗന്ദര്യമുള്ള പുരുഷനെ വേണമെന്ന് ആരും പറയില്ല. അപ്പോ എൻ്റെ മനസ്സിന് സൗന്ദര്യം ഉണ്ടെന്നാണ് ഈ പറയുന്നത്. അക്കാര്യത്തിൽ ഞാൻ എന്തായാലും ഭാഗ്യവതിയാ. ഏട്ട മോളെ വിളിക്ക്. അവക്കതാ ആഗ്രഹം വെച്ചാൽ നമുക്കതങ്ങ് നടത്തി കൊടുത്തേക്കാം. വിളിക്കേട്ടാ. മോളെ ഇന്ദു, മോളെ ഇന്ദു. എന്താ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങളത് നടത്തിത്തരൂ അല്ലടി? സത്യല്ലേ അച്ഛാ? സത്യമാണ് മോളെ. ഇത് നിന്റെ മാതാപിതാക്കളുടെ ഉറപ്പാണടി. da da da